ഹലോ കൂട്ടുകാരെ, മഴത്തോരു മുംബൈ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന കഥയെപ്പറ്റിയാണ് കേട്ടോ പറയുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് കഥയിലേക്ക് പോവാം. അങ്ങനെ സ്റ്റാൻലിയുമായിട്ടുള്ള പഴയ ജീവിതം ഓർത്തെടുക്കുകയാണ് വൈജയന്തി. അന്നൊരിക്കൽ തന്നെ വിവാഹം കഴിക്കുന്ന കാര്യത്തെപ്പറ്റി സ്റ്റാൻലിയോട് ചോദിച്ചതായി വൈജയന്തി ഓർക്കുന്നു. ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി, എനിക്ക് വിശ്വാസമാണ്. അതിന് സ്റ്റാൻലിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഛേ, ഇത്രയും ചീപ്പായിട്ടുള്ള ഒരു ചോദ്യം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. നിനക്ക് എങ്ങനെ തോന്നി ഇതെന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ? താനെന്തോ ഒരു മഹാ അപരാധം ചെയ്തു എന്ന മട്ടിലായിരുന്നു ആ പറച്ചിൽ. ചോദിച്ചത് ഇനി തെറ്റായി പോയോ? ഇനി അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നോ? തന്നെക്കുറിച്ചുള്ള മതിപ്പ് മുഴുവൻ നഷ്ടപ്പെട്ടോ? ഇത് കാരണം ഇനി തന്നോടുള്ള സ്നേഹത്തിന് എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടാവോ? വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായി വൈജയന്തി. അപ്പോഴേക്കും അടുത്ത പീരങ്കി വെടി വന്നു. എന്റെ വീട്ടിലെന്തായാലും ഈ കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് ഉറപ്പാണ്. പിന്നെ കൊല്ലപ്പള്ളിക്കാര്, അവര് നിന്നെ പുറത്താക്കി പടിയടച്ച് പിണ്ണം വെക്കും ഇല്ലേ? ഉവന്ന് തലയാട്ടുമ്പോഴേക്കും വൈജയന്തിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി വീഴാൻ തുടങ്ങി. നെഞ്ചിലൊരു കരച്ചിൽ വിങ്ങിപ്പിടയുന്നുണ്ട്. ഉടനെ സ്റ്റാൻലിയുടെ മറുപടി എത്തി: ഞാനെന്തായാലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. സ്റ്റാൻലി ഇനി എന്താണ് പറയാൻ പോകുന്നതെന്ന് ഓർത്ത് ഉൾക്കിടിലത്തോടെ ഇരിക്കുകയാണ് വൈജയന്തി. അതെ, നേരെ വത്തിക്കാനിൽ പോയി പോപ്പിനെ കണ്ട് കാര്യം പറയുക. പിതാവേ, ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചു പോയി. അവൾ അന്യമതക്കാരിയാണ്. പക്ഷേ ഞങ്ങൾക്കൊന്നിച്ച് ജീവിക്കണം. ഞങ്ങളുടെ കല്യാണം നടത്തി തരണം. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണം. അപ്പോൾ അദ്ദേഹം പറയും: മകനെ, നീ ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവാ. അവൾ നിനക്ക് ഇണങ്ങുന്നതാണെന്ന് ബോധ്യപ്പെട്ട ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം. സ്റ്റാൻലി എന്തൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്? നേരം പോക്കാണോ അതോ കാര്യമായിട്ടാണോ? സ്റ്റാൻലി തുടരുകയാണ്: ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. നമ്മൾ ഒരുമിച്ച് റോമിൽ പോയി. അദ്ദേഹം നിന്നെ കണ്ടു. എനിക്ക് ഇണങ്ങുന്നവളാണെന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം നമ്മുടെ കല്യാണം നടത്തി തന്നു. അദ്ദേഹത്തെക്കാൾ വലിയൊരാളില്ല ഈ കർമ്മം നിർവഹിക്കാൻ. അതുപോരെ? അതിനപ്പുറം എന്തെങ്കിലും ചടങ്ങുകളുടെ ആവശ്യമുണ്ടോ? ഇനി പള്ളികളോ പുരോഹിതന്മാരോ ബന്ധുജനങ്ങളോ ഒരു താലിച്ചരടോ രജിസ്റ്റർ ഓഫീസോ അങ്ങനെ എന്തെങ്കിലും വേണമെന്ന് നിനക്ക് നിർബന്ധമുണ്ടോ? വേണ്ട, ഇനി ഒന്നും വേണ്ട. മനസ്സ് നിറഞ്ഞു. ഹൃദയം കൊണ്ടാണെങ്കിലും തന്നെ സ്വീകരിച്ചു കഴിഞ്ഞല്ലോ. ഇനി ചടങ്ങുകൾക്ക് എന്തർത്ഥം? സ്റ്റാൻലിയുടെ തോളിൽ ചാഞ്ഞുകൊണ്ട് വൈജയന്തി ചോദിക്കുകയാണ്: എന്നായിരുന്നു ആ കല്യാണം നടന്നത്? എത്രയോ നാളുകൾക്ക് മുമ്പേ, ആഴ്ചകൾക്കും മാസങ്ങൾക്കും മുമ്പേ. ഇനി ഒന്നു മാത്രമേ ബാക്കിയുള്ളൂ: നമ്മുടെ ആദ്യ രാത്രി. ഉടനെ ഒരു ചെറിയ നാണത്തോടെ വൈജയന്തി ചോദിക്കുകയാണ്: അതും മനസ്സിൽ തന്നെ നടത്തിയാൽ പോരായിരുന്നോ? പെട്ടെന്ന് മറുപടി എത്തി: മനസ്സിലങ്ങനെ എത്രയോ ആദ്യരാത്രികൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. മനസ്സിൽ കണ്ടതിൻ്റെ അത്രയും പകിട്ടുള്ളതാണോ യാഥാർത്ഥ്യമെന്ന് പരീക്ഷിച്ചറിയണ്ടേ? വൈജയന്തി ആദ്യം കരുതിയത് സ്റ്റാൻലി അത് കളിയായി പറഞ്ഞതാണെന്നാണ്. പക്ഷേ അതങ്ങനെയല്ലെന്ന് പിന്നീട് അവൾക്ക് ബോധ്യപ്പെട്ടു. സ്കൂളിന് 4 ദിവസം അവധി ഉണ്ടായിരുന്ന ആ ഒരാഴ്ച സ്റ്റാൻലി വന്ന് തന്നെ കൂട്ടിക്കൊണ്ടുപോയത് ഒരു ഹോട്ടലിലേക്കായിരുന്നു. ഒരു ചോദ്യഭാവത്തിൽ സ്റ്റാൻലിയുടെ മുഖത്തേക്ക് നോക്കിയതേ ഉള്ളൂ. ഉടനെ മറുപടി വന്നു: ഇനിയുള്ള 4 ദിവസം നമ്മൾ താമസിക്കുന്ന ഇവിടെയായിരിക്കും. ഹോസ്റ്റലിൽ വിളിച്ച് ഡൽഹിയിലുള്ള ഏട്ടൻ്റെ അടുത്തേക്ക് പോവാണെന്ന് പറഞ്ഞാൽ മതി. ഞാനും 4 ദിവസത്തെ കാഷ്വൽ ലീവ് എടുത്തിട്ടുണ്ട്. സുപ്പീരിയർ ഓഫീസറോട് കള്ളം പറയേണ്ടി വന്നു. താൻ സ്റ്റാൻലിയുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. വേണ്ടെങ്കിൽ വേണ്ട, ഇപ്പം തന്നെ ക്യാൻസൽ ചെയ്തേക്കാം. വൈജയന്തി മൗനമായി തന്നെ നിൽക്കുകയാണ്. എന്നായാലും ഇത് തുടങ്ങി വെച്ചല്ലേ പറ്റൂ. അതിൻ്റെ ഉദ്ഘാടനം അത് ഇന്നായിക്കോട്ടെ. ഒരു നിമിഷം വൈജയന്തി ചിന്തയിൽ മുഴുകി. വീണ്ടും വിചാരത്തിന് അർത്ഥമില്ല. ആരെങ്കിലും ബോധ്യപ്പെടുത്താനോ കൂടുതലായൊന്നും പ്രതീക്ഷിക്കാനുമില്ല. സ്റ്റാൻലിയിൽ എല്ലാ വിശ്വാസവും അർപ്പിച്ചു കഴിഞ്ഞതുമാണ്. പിന്നീടുള്ള 4 ദിവസങ്ങൾ അവർ ഒരുമിച്ചായിരുന്നു. സ്റ്റാൻലിയോടൊപ്പമുള്ള ഓരോ നിമിഷവും അവൾ ആസ്വദിച്ചിരുന്നു. ഇതിനിടയിൽ താൻ ഗർഭിണിയായി കഴിഞ്ഞോ എന്ന സംശയം വൈജയന്തിയെ വല്ലാതെ അലട്ടിയിരുന്നു. സ്റ്റാൻലിയോട് അക്കാര്യം പറഞ്ഞപ്പോൾ ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് തന്നെയായിരുന്നില്ലേ എന്നായിരുന്നു മറുപടി. മറ്റുള്ളവർക്ക് സംശയം തോന്നാത്തിടത്തോളം കാലം ജോലിയിൽ തുടരുവാനും സ്റ്റാൻലി നിർദ്ദേശിച്ചു. അതോടെ മനസ്സിന്റെ പേടി മാറി. തന്റെ പുരുഷനുണ്ട് കൂടെ. ധീരനാണവൻ. പ്രതിസന്ധികൾക്ക് നേരെ പൊരുതുന്നയാൾ. അവന്റെ തണലിൽ നിൽക്കുമ്പോൾ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. കഷ്ടിച്ച് 5 മാസം. സിസ്റ്റർ ജൂലിയയാണ് ആദ്യം സംശയം പറഞ്ഞത്. വൈജയന്തി നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ടോ? വയറ് വല്ലാതെ വീർത്തിരിക്കുന്നു. താൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഒരു ചെക്കപ്പ് ചെയ്യുന്നത് നല്ലത്. എന്തെങ്കിലും ഇന്റീരിയർ ഗ്രോത്ത് ഉണ്ടായാലും ഇങ്ങനെയൊക്കെ സംഭവിക്കും. അവിവാഹിതയായ പെൺകുട്ടി ഗർഭിണിയാണോ എന്ന് ചോദിക്കുന്നത് തെറ്റാണല്ലോ എന്ന് വിചാരിച്ചിട്ടാവാം സിസ്റ്റർ അങ്ങനെ ചോദിച്ചത്. സ്റ്റാൻലിയോട് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ റിസൈൻ ചെയ്തുകൊള്ളാൻ സ്റ്റാൻലിയുടെ നിർദ്ദേശം വന്നു. പിന്നെ ഒന്നും ആലോചിച്ചില്ല. വിവാഹാലോചനയുണ്ടെന്നും ഉടനെ നാട്ടിലേക്ക് മടങ്ങുകയാണെന്നും പറഞ്ഞ് സ്കൂളിൽ നിന്നും രാജിവെച്ചു. എല്ലാ പ്ലാനിങ്ങും സ്റ്റാൻലിയുടേതായിരുന്നു. ആഗ്രയിലെ തന്നെ ഒരു സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് താൽക്കാലികമായി ഒരു വിവാഹ കരാർ ഒപ്പിട്ടു. ഒന്നിച്ച് താമസിക്കുമ്പോൾ മറ്റ് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു ആ ഉടമ്പടി. ആഗ്രയിൽ നിന്നും കുറച്ചകലെയായി ഒരു സ്ഥലത്ത് സ്റ്റാൻലി ഒരു വാടക വീടെടുത്തു. ചെറിയ വീടാണെങ്കിലും വേണ്ടത്ര എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ സ്റ്റാൻലിക്ക് കൂടെ വന്ന് തുടർച്ചയായി താമസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കൂട്ടിനൊരായ ഏർപ്പാടാക്കി. സ്റ്റാൻലി ക്വാർട്ടേഴ്സിലാണ് താമസം. നിയമാനുസൃതമായി വിവാഹം നടത്തിയാൽ മാത്രമേ സ്റ്റാൻലിക്ക് ക്വാർട്ടേഴ്സിൽ തന്നെ കൂടി താമസിപ്പിക്കാൻ പറ്റൂ. പകൽവേളകളിൽ സ്റ്റാൻലി വരും. അതിന് ലീവ് എടുക്കണ്ട. ചില ദിവസങ്ങളിൽ സന്ധ്യ വരെ തന്നോടൊപ്പം കൂട്ടിരിക്കും. തന്നെ
പുനലൂരിലുള്ള വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇടവക പള്ളിയിൽ വെച്ച് താലി കെട്ടി വിവാഹം സാധുവാക്കണമെന്ന ആഗ്രഹം സ്റ്റാൻലിക്ക് അക്കാലത്താണ് ഉണ്ടായിരുന്നത്. ഒരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ്. ജനിക്കുന്ന കുഞ്ഞിന് സമൂഹത്തിന്റെ അംഗീകാരം വേണം. ആ കുഞ്ഞിന്റെ പേരിന്റെ മുമ്പിൽ മതത്തിൻ്റെതായ കോളം പൂരിപ്പിക്കാതെ അവശേഷിക്കരുത്. കുറേയധികം സമ്മതം ചെലുത്തിയിട്ടാണെങ്കിലും വീട്ടുകാരെ കൊണ്ട് ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കാൻ സാധിക്കുമെന്ന് സ്റ്റാൻലിക്ക് ഒരു വിശ്വാസമുണ്ടായിരുന്നു. തന്റെ ഉദരം വലുപ്പം വെച്ച് വരികയാണ്. ആയ ഒരു മറാഠി പെണ്ണായിരുന്നു. അവൾ എപ്പോഴും പറയും മെംസാബിന്റെ വയറ്റിൽ വളരുന്നത് ഒരു പെൺകുഞ്ഞാണെന്ന്. അതുകൊണ്ടാണ് വയറിന് ഇത്ര വലുപ്പം കൂടുതലെന്ന്. ഇതേപ്പറ്റി സ്റ്റാൻലിയോട് പറഞ്ഞപ്പോൾ അതങ്ങനെ തന്നെ ആവട്ടെ എന്ന് സ്റ്റാൻലിയും പറഞ്ഞു. തനിക്കൊരു ആൺകുഞ്ഞ് വേണമെന്നായിരുന്നു ആഗ്രഹം. സ്റ്റാൻലിയെ പോലെ തന്നെ ഗൗരവക്കാരനും സ്നേഹസമ്പന്നനും ധീരനുമായ ഒരു പുത്രൻ. പക്ഷേ സ്റ്റാൻലിക്ക് ഒരു പെൺകുഞ്ഞ് വേണമെന്നായിരുന്നു ആഗ്രഹമെന്നറിഞ്ഞപ്പോൾ അങ്ങനെ ആവണേ എന്നായിരുന്നു പ്രാർത്ഥന. വലുപ്പം വെച്ച് വരുന്ന വയറിനുള്ളിൽ ചെറു ചലനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ആയ പറയും മെൻസാബ് സമാധാനമായിരിക്കണം, എപ്പോഴും സന്തോഷിക്കുകയും വേണം, വിഷമിക്കുകയോ ആരോടും ദേഷ്യം വിചാരിച്ചിരിക്കുകയോ ചെയ്യരുത്. അമ്മയുടെ വിചാരങ്ങൾ വയറ്റിലുള്ള കുട്ടിയെ സ്വാധീനിക്കും. സ്നേഹവും ക്ഷമയും സത്യസന്ധതയും ഉള്ള ഒരു കുട്ടി പിറക്കണമെങ്കിൽ ഗർഭകാലം മുഴുവൻ അമ്മ അതേ ഗുണങ്ങളോട് കൂടിയിരിക്കണം. തന്റെ കുഞ്ഞ് ജനിക്കുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് തീവ്രമായി ആഗ്രഹിച്ചു. എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ഇരുന്നു. ആരോടും ദേഷ്യമോ പരിഭവമോ തോന്നാതിരിക്കാൻ ശ്രമിച്ചു. ആയയുടെ പ്രവചനം ശരിയാവുകയും സ്റ്റാൻലി ആഗ്രഹിക്കുന്ന പോലെ ഒരു പെൺകുഞ്ഞ് പിറക്കുകയും ചെയ്താൽ അവൾ സൽഗുണങ്ങളുടെ കേദാനമായിരിക്കണം. അവൾ ക്ഷമയുള്ളവളും ശാന്തശീലയും സ്നേഹം നിറഞ്ഞവളുമായിരിക്കണം. അങ്ങനെ ഒരു മകളെ കിട്ടിയതിൽ സ്റ്റാൻലി എന്നും അഭിമാനിക്കണം. ആ മുഖത്ത് വിടരുന്ന സന്തോഷം കണ്ടാൽ മാത്രം മതി തനിക്ക്. അതൊരു തപസ്സായിരുന്നു. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോട് താൻ പതിയെ സംസാരിക്കുന്നത് വൈജയന്തി ഓർത്തു. ചില സമയങ്ങളിൽ താൻ താരാട്ട് പാടിക്കൊടുക്കുമായിരുന്നു. അവളുടെ ഓരോ ചലനങ്ങളും തനിക്കറിയാമായിരുന്നു. സ്റ്റാൻലിയുടെ ശബ്ദം കേട്ടാലുടൻ അകത്തുനിന്ന് പ്രതികരണം ഉണ്ടാകുമായിരുന്നു. വയറ്റിനുള്ളിൽ നിന്ന് മകളും പുറത്തുനിന്ന് അച്ഛനും കൈമാറുന്ന സിഗ്നലുകളും കളികളും അത്ഭുതത്തോടെയാണ് വൈജയന്തി വീക്ഷിച്ചിരുന്നത്. ആനുവൽ ലീവ് കിട്ടിയുടൻ സ്റ്റാൻലി നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങി. വിവാഹകാര്യം വീട്ടിൽ സംസാരിക്കുക എന്നത് യാത്രയുടെ മുഖ്യ അജണ്ടയായിരുന്നു. ആർഭാടവും ആഡംബരവും ഒന്നും വേണ്ട. പള്ളിയിൽ വെച്ച് താലി കെട്ടുന്ന ചടങ്ങ് നടക്കണം. ഇടവക വികാരി അത് ആശീർവദിക്കണം. പള്ളിയിലെ രജിസ്റ്ററിൽ സ്റ്റാൻലിയും വൈജയന്തിയും തമ്മിലുള്ള വിവാഹം രജിസ്റ്റർ ചെയ്യണം. അത്രയും മതി. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തിയിട്ടേ സ്റ്റാൻലി മടങ്ങി വരൂ. വിഷമിക്കരുത്. കൂടി വന്ന 10 ദിവസം. അതിനകം തിരിച്ചെത്തും. തനിക്കും കുഞ്ഞിനും ഒരു പോരായ്മയും വരാതിരിക്കാൻ വേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ടാണ് സ്റ്റാൻലി അവിടെ നിന്ന് പോയത്. ആയയെ എല്ലാം പറഞ്ഞേൽപ്പിച്ചിരുന്നു. സ്റ്റാൻലി വിളിച്ചാൽ കേൾക്കാത്ത അകലത്തിലാണല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ വിഷാദം ബാധിച്ചിരുന്നു. പെട്ടെന്ന് തന്നെ മനസ്സിനെ ആശ്വസിപ്പിക്കും. കൂടിയ 10 ദിവസം. അതിനുള്ളിൽ തിരിച്ചെത്തും. താൻ സങ്കടപ്പെടാനോ ആശങ്കപ്പെടാനോ പാടില്ല. അത് തന്റെ കുഞ്ഞിനെ ബാധിക്കും. 8 മാസം തികഞ്ഞിരിക്കുന്നു. പുനലൂരിൽ ചെന്ന ശേഷം സ്റ്റാൻലി ഒരു തവണ വിളിച്ചു. ഹൗസ് ഓണറുടെ ഫോണിലാണ് കോൾ വന്നത്. അന്ന് STD ഇല്ല, മൊബൈൽ ഫോണില്ല. ട്രങ്ക് കോൾ ബുക്ക് ചെയ്ത് വിളിക്കുകയാണ്. പിന്നീട് വിളിയൊന്നും എത്തിയില്ല. ഒരു ദിവസം ആരോ വാതിലിൽ മുട്ടുന്നത് കേട്ടു. സ്റ്റാൻലിയാണെന്ന് കരുതി താൻ ചെന്ന് വാതിൽ തുറന്നു. കൺമുമ്പിൽ കണ്ട കാഴ്ചയിൽ താൻ ഞെട്ടിത്തെറിച്ചുപോയി. ഗംഗേട്ടനും ശിവേട്ടനും നേരെ മുന്നിൽ നിൽക്കുന്നു. വീണ്ടും വാതിലിൽ ആരോ തട്ടുന്ന ശബ്ദം. വൈജയന്തി വർത്തമാനകാലത്തിലേക്ക് തിരിച്ചെത്തി. അമ്മേ, അമ്മേ. ബബിതയാണ് വാതിൽ മുട്ടുന്നത്. വൈജയന്തി പെട്ടെന്ന് കണ്ണുകൾ തുടച്ച് വാതിൽ തുറന്നു. അമ്മ എന്തിനാ വാതിലിന് ബോൾട്ടിട്ടത്? എനിക്കിഷ്ടമുണ്ടായിട്ട് നീ ആരോട് ചോദിക്കാൻ? ആ, ഇതാണ് തർക്കുത്തരം. ഇത് കേട്ടല്ലേ ഞാൻ പഠിക്കുന്നത്. നിനക്കിപ്പോൾ എന്താ വേണ്ടേ? ഇതെന്താ ഭാർഗവി നിലയോ? എങ്ങും ലൈറ്റും ഇല്ല, വെളിച്ചവും ഇല്ല. വൈകിട്ടത്തെ ചായയും കിട്ടിയില്ല, വിളക്കും വെച്ചിട്ടില്ല. അപ്പോഴാണ് വൈജയന്തിക്ക് സ്ഥലകാല ബോധം വന്നത്. താൻ ഇത്രയും നേരം തന്റെ പഴയ ഓർമ്മകളിലൂടെ ജീവിക്കുകയായിരുന്നു. നേരം വല്ലാതെ ഇരുട്ടി. ബാലചന്ദ്രമേനോന്റെ മുറിയിലെ ലൈറ്റ് അണയുന്നത് വരെ വൈജയന്തി കാത്തിരുന്നു. ബബിതയും കൃഷ്ണയും കിടന്നു കഴിഞ്ഞു. രോഹിത്തിന്റെ മുറിയിൽ വെളിച്ചമുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് നോക്കിയേ പറ്റൂ. രോഹിത്ത് പറഞ്ഞ 2 വാക്കുകൾ ഇപ്പോഴും മനസ്സിൽ തറഞ്ഞു കിടപ്പുണ്ട്. കല്യാണത്തിന് മുമ്പ് അച്ഛന് രഹസ്യബന്ധം ഉണ്ടായിരുന്നോ? അതോ അമ്മ പ്രസവിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് നിശ്ചയം പോരാന്നു. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ സംസാരിച്ചത്? അമ്മ കളങ്കമില്ലാത്തവളാണോന്ന് തന്റെ മുഖത്ത് നോക്കി ചോദിച്ചത് എന്തുകൊണ്ടായിരിക്കും? വെറുതെയൊന്നും ഇത്ര കടന്ന് സംസാരിക്കാൻ അവന് ധൈര്യം കിട്ടില്ല. തന്റെ ഭൂതകാലത്തെപ്പറ്റി എന്തെങ്കിലും സൂചന അവന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടോ? ബാലേട്ടൻ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? വൈജയന്തിയുടെ മനസ്സിൽ 100,000 ചോദ്യങ്ങളാണ്. മഴത്തോരു മുമ്പേ എന്ന പരമ്പരയിൽ ഇനി വരാൻ പോകുന്നത് വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. തുടർന്നുള്ള കഥയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്